നാട്ടുകാരെ എന്നെ അടിക്കുന്നേ, ഓടി വരുന്നേ, എൽബിയിലുള്ള ചേച്ചി എന്നെ എടുത്തിട്ട് അടിക്കുന്നേ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേരറിയാത്ത എനിക്കറിയില്ല. പേരറിയാത്ത എനിക്കറിയത്തില്ലെന്ന്. ഇത് കഴിഞ്ഞാഴ്ച വേണം എനിക്കൊരു പിടി പിടിക്കാൻ. എന്ത് രസം ഇങ്ങനെ ഇരിക്കുന്നേ, താലപ്പൊലി പിടിച്ചോണ്ടിരിക്കുന്നേ. ഫോട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈൽ ട്രിപ്പിൾ റൈസ്, ചിക്കൻ ട്രിപ്പിൾ റൈസ് എന്ന് പറയാം, ചിക്കൻ ഷെസ്വാൻ റൈസ് എന്ന് പറയാം. ശരിക്കും നമ്മുടെ ഇവിടുത്തെ ബോംബെയില് ചൈനീസ് ഹോട്ടലുകളിൽ കിട്ടുന്ന സെയിം ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇത് ഒരു 1/4 കിലോ ചിക്കൻ ഉണ്ട്, മാംസം മാത്രമാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കണം. അപ്പോൾ ഹെൽപ്പർ ഞാൻ പറയുന്ന എല്ലാം ചെയ്തു തന്നോണേ. ഞാനെല്ലാം ഇവിടെ സാധനം വെച്ചിട്ടുണ്ട്. എൻ്റെ ഹെൽപ്പറായിട്ട് ജോസനെ നിർത്തിയിട്ടുണ്ട്. ഇതിന് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമുക്ക് ഈ വെള്ളം പിന്നെ ഇതിന്റെ ഗ്രേവിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ച് വേവിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇത് ചിക്കൻ നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. ഇത് കഴിഞ്ഞാഴ്ച വേണം എനിക്കൊരു പിടി പിടിക്കാൻ. എത്ര നേരം എടുക്കുമോ എന്തോ. ഇവിടുത്തെ ഷെഫിന് ഇത്തരം സംഭവങ്ങളൊന്നും അറിയില്ല. നാടൻ എന്തേലും ചോദിക്കേ എല്ലാം വെക്കും. ഞാൻ നാടനാ. ഇത്തരം പരിപാടികളൊന്നും അറിയില്ല. ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ വേറെ വല്ല വായിപ്പോ. അപ്പോ നമുക്ക് ഇതിന് വേണ്ട റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ പല വീഡിയോയിൽ ഇട്ടിട്ടില്ലേ, എഗ് ഫ്രൈഡ് റൈസ്, ബിരിയാണി, ഇതിനൊക്കെ റൈസ് വേവിക്കുന്ന കാണിച്ചിട്ടുണ്ട്. അതായത് സെയിം മെത്തേഡാ. നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ബാസ്മതി, അതായത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന, ബിരിയാണി ഫ്രൈഡ് റൈസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഏത് റൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോ ബാസ്മതി റൈസ് ആണ് എടുത്തത്. ആ ബാസ്മതി റൈസ് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം, 10-20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട ശേഷം വേവിച്ചെടുത്തതാ. ഒരു 1/4 പരുവത്തിൽ നമുക്ക് അത് ഊറ്റിയെടുക്കണം. ഒത്തിരി വെന്ത് പോവരുത്, ഒന്നേലൊന്നേ തൊടാതെ കിട്ടണം. അതാ പരുവം കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. റൈസിന്റെ ഫോട്ടോ വേണമെന്ന് കാണിച്ചോളൂ. അത് ഇടുമ്പോ കാണിക്കാം. ഒന്നേലൊന്നേ തൊടാതെ ഞാൻ ഇത് ഊറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ടാക്കിയതാണ്. അഥവാ നിങ്ങൾ ഈ ചോറ് വേവിക്കുമ്പോൾ ഇച്ചിരെങ്കിലും കുഴഞ്ഞു പോയതായിട്ട് തോന്നുന്നുവെങ്കിൽ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി ഇട്ടാൽ മതിയേ തണുക്കാൻ. ചിക്കൻ 1/4 വേവായി. നമുക്കിനി ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ട കേട്ടോ, കാരണം പിന്നെ സോസും ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് ഉപ്പ് ഒത്തിരി ആവും. ഇപ്പൊ ചിക്കൻ നന്നായിട്ട് വെന്തേ, നല്ലപോലെ വെന്ത്. ഒരു 10 മിനിറ്റ് കേട്ടോ. തീ കൂട്ടി തന്നെ ഇട്ടിരുന്ന, ഇടയ്ക്ക് ഇച്ചിരുന്ന് കുറച്ചായിരുന്നു, അതിന്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കിനി ഈ ചിക്കനിങ് കോരി മാറ്റാം. ഈ വെള്ളം കളയരുത്, നമുക്ക് ആവശ്യമുണ്ട്. എന്ത് ചെയ്യണമെന്ന് പറ. ചെയ്യാൻ ഒത്തിരി ഉണ്ട്. ഞാൻ ഇതൊന്ന് കോരി മാറ്റിക്കോട്ടെ. തീ ഓഫ് ചെയ്യാതെ ഇട്ട് കോരുമായിരുന്നു. ഇതിങ്ങനെ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം അവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങാം. ഇതെന്തോ ചേനപ്പുഴുക്ക് വെച്ച് ചേമ്പും പുഴുക്ക് പോലെ ഇരിക്കുന്നേ. അപ്പൊ ഇത് ചേമ്പാന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് തിന്നായിരുന്നല്ലോ ഇന്നലെ, അതിന്റെ ഇടയ്ക്കായിരുന്നെങ്കിൽ. ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇത് ഇച്ചിരി ഒന്ന് തണുത്ത ശേഷം ഇതിന്ന് കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് പിച്ചി എടുക്കണം. ആഹാ, പക്ഷെ തണുക്കട്ടെ എന്നിട്ട് പിച്ചാം, അല്ലെങ്കിൽ കഴിവുള്ളൂ. അപ്പൊ ഞാനിത് പിച്ചട്ടെ. ഇത് എങ്ങനെയാ പിച്ചെന്നേ? ചെറിയ അത് ഇച്ചിരി കൂടെ ചെറുതാക്കിക്കോ. ഇത് ഇനിയും ചെറുതാക്കണം. ആ, പിച്ചി ഇടത്തില്ലയോ? ഇങ്ങോട്ട് ഒരെണ്ണം ഞാൻ കാണിക്കാം. ഇങ്ങനെ ഇട്ടോ കൂട്ടി, അങ്ങനെ ചെറുതാക്കണം. നമ്മള് അത് അവിടുന്ന് കഴിച്ചിട്ടില്ല ചൈനീസിന്ന്. അപ്പൊ ഇടയ്ക്ക് ചിക്കൻ കിടക്കുന്നേ കുഞ്ഞി. ഞാൻ പിച്ചിക്കൊണ്ടിരിക്കുവാണ്. ദിവസം വലുതായിട്ടാ പിച്ചി ഇടുന്നത് കേട്ടോ. കണ്ടോ, ഇതേണ്ടേ, ഇതാണ് പരുവം. അത്ര ചെറുത് കണ്ടോ. നീയും കൂടെ പിച്ചു, എന്നാലേ എളുപ്പമുള്ളൂ. അപ്പൊ ഞാൻ പിച്ചുവാണ് ചെറുതായിട്ട്. ഇലക്ട്രിസിറ്റി ബോർഡ് രാവിലെ പോന്നോ? നാളെ പോണം. രാവിലെ പോന്നോ? 10 മണിക്ക്. അവന്മാര് 10 മണി പോകും. ഇപ്പൊ 3-4 പ്രാവശ്യം പോയി. എന്തോ ഒരു സർക്കാർ ജോലിക്കാരാണോ എന്തോ. കഞ്ഞില്ല അവിടെ വല്ല ശരിയാക്കി വെച്ചിട്ടുണ്ടോ? അതും അറിയില്ല, നോക്കിട്ട് വേണം. രാവിലെ നോക്കണോ അത്. ഇത് പിച്ചി ഇടാൻ നല്ല രസമുണ്ട്. ഇതിങ്ങനെ പിച്ചി തോരൻ വെക്കും, അറിയാമോ? ഇതിങ്ങനെ മീൻ പിച്ചി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കൂ. മീൻ വെച്ച് നമുക്ക് വേണേ ട്രൈ ചെയ്യാം. നല്ല മാംസമുള്ള മീൻ, ചൂരയോ നെയ്മീനോ ഒക്കെ വേണം, മോതയോ, അതൊക്കെ പിച്ചിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ചിക്കൻ
ട്രിപ്പിൾ റൈസ് എന്ന് പറയുന്നതിന് പകരം ഫിഷ് ട്രിപ്പിൾ റൈസ് നമുക്കൊരു ദിവസം ട്രൈ ചെയ്യാം. ഇന്ന് മീൻകാരൻ പറഞ്ഞു ജോസാനെ വിടണേ, നല്ല മീൻ തന്നുകൂടാ വന്നു. ഇന്നലെ അങ്ങേര് കണ്ടാമേ അങ്ങേര് മെനഞ്ഞാന്ന് നല്ല മീനുണ്ടായിരുന്നു. സാബിന്റെ അടുത്ത് പറഞ്ഞു, എന്നിട്ട് കേട്ടില്ല. ഞാൻ ആവുന്ന പറഞ്ഞ നല്ല മീനാ കൊണ്ടുപോകുന്നു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്തുവായിരുന്നു ചൂര ദിവസം പറഞ്ഞു, വേറെ എന്തുവായിരുന്നു അവനെൻ്റെ അടുത്ത് ഒരു പേര് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് എന്തുകൊണ്ടേലും വായിലോട്ട് ചിക്കനും വായിലോട്ട് പോന്നു. മോശമാണ്. ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഇപ്പം കൈയുടെ കിണ്ണയ്ക്ക് തവക്കണോണ്ട് അടി വന്നേന് ഇങ്ങനൊക്കെ ചെയ്യുമ്പം വായിലോട്ട് ഇടുന്നേന്. നല്ലപോലെ വായിലോട്ട് പോണേ എന്തിനാണ്? അത് ഞാൻ തിന്ന് നോക്കുക കൊള്ളാമോ. റൈസിന് അത് മതി, ബാക്കി നമുക്ക് ഗ്രേവിക്ക് എടുക്കാം. ഇത്രേ റൈസിന് പിന്നെ പിച്ച് കഴിഞ്ഞ് പിച്ച എളുപ്പമുണ്ടായിരുന്നു, നല്ല എളുപ്പം. അത് നന്നായിട്ട് വെന്തില്ലേ, അതുകൊണ്ട് ഇനിയും തിന്നാലും ഞാൻ കിണ്ണക്കടി തരും. കണ്ടോ പറയുന്നേ, നാട്ടുകാരെ എന്നെ അടിക്കുന്നേ, ഓടി വരുന്നേ, എൽബിയിലുള്ള ചേച്ചി എന്നെ എടുത്തിട്ട് അടിക്കുന്നേ. ആരേലും ഇത് കണ്ടിട്ട് ട്രോൾ ഉണ്ടാക്കണം. ദൈവമേ, ജീവിതം പോയി കിട്ടും. ഹെൽമിലുള്ള ചേച്ചി എടുത്തിട്ട് അടിക്കുന്നേന്നൊക്കെ ട്രോള് വരണം. നേരമാണ്. അപ്പൊ എടുത്തോണ്ട് വരൂ ഹെൽപ്പർ, അടുക്കളയിലോട്ട് വരൂ 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 അമ്മ. അപ്പൊ നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. കഴിവതും ഇതുപോലെ കട്ടിയുള്ള പാത്രം തന്നെ വെക്കാൻ ശ്രമിക്കണേ. ഇതിപ്പം ഇൻഡാലിയത്തിന്റെ ചീനിച്ചട്ടിയാ കേട്ടോ. നോൺ സ്റ്റിക്കിൽ കഴിവതും ചെയ്യേണ്ട. നോൺ സ്റ്റിക്കിൽ നമുക്ക് റൈസ് നല്ല പരുവത്തിന് കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇരുമ്പിന്റെ ചീനിച്ചട്ടിയോ ഇതുപോലെ ഇൻഡാലിയത്തിന്റെ ഒക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഒന്നും ഇല്ലാത്തവര് കയ്യിലുള്ളതും കൊണ്ട് ചെയ്തോ കേട്ടോ. ഇൻഡാലിയം, ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കാം. എന്നെ കൂടെ നിൽക്കണം, പോവല്ലോ. ജോസ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത്. ഞാൻ ചോദിക്കുമ്പോൾ ഓരോന്ന് തരണോ എനിക്ക്. എണ്ണ ഞാൻ സൺഫ്ലവർ ഒഴിച്ചത്. ഇനിയിപ്പോ എണ്ണ ചൂടായി. നമുക്ക് ഇത് 2 മുട്ട ലേശം ഉപ്പിട്ട് പൊട്ടിച്ച് വെച്ചേക്കുന്നയാ. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ വേണം കുട്ടി. കുട്ടി ഇടയ്ക്ക് കയറരുത് കേട്ടോ. എന്നെയും കൂടെ തെറ്റിക്കരുത്. ഞാൻ പറയുന്ന കേട്ട് ശ്രദ്ധിച്ച് പഠിച്ചോണം. ഞങ്ങൾ തിരിച്ചുകൂടൊക്കെ ഇടാം. എന്നിട്ട് ഇങ്ങനെ ചിക്കി എടുക്കാം. ഇപ്പോ നമ്മുടെ മുട്ട ചിക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ആ പിച്ചി വെച്ച ചിക്കൻ ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മുട്ടയുമായിട്ട് മിക്സ് ആവണേ. ജോസനെ ഞാൻ പഠിപ്പിക്കത്തില്ല കേട്ടോ, ഇങ്ങനെ വെറുതെ ഓരോന്ന് പറയുവാണെങ്കിൽ. പെട്ടെന്ന് പോയ റൈസിങ് എടുത്തുണ്ടോ. റൈസ് ഇട്ടിട്ടുണ്ട്, ഇതും കൂടെ ഉണ്ട്. ഓവറായി പോ. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യില് ഫ്രൈ നൂഡിൽസ് ഉണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്തേക്ക് ഇടാമേ. ചിക്കൻ നൂഡിൽസ് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ അത് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. നിങ്ങൾ റൈസ് ഉപ്പിട്ടാ വേവിച്ചതെങ്കിൽ അതനുസരിച്ച് ഉപ്പിടാതെ. ഇനി കുറച്ച് കുരുമുളക് പൊടി. ഒരുപാട് എരി വേണ്ട, പറഞ്ഞ ആവശ്യത്തിന് വേണ്ടേ, കുറച്ച് മതി. ഇനി ചേർക്കുന്നത് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ, അതായത് ഉള്ളിത്തണ്ടാണ്. അപ്പൊ ഈ ചൈനീസ് ഡിഷിന്റെ ഒക്കെ മെയിൻ ടേസ്റ്റും മണവും എന്ന് പറയുന്നത് ഈ ഉള്ളിത്തണ്ട് ഇടുന്നതാണ്. നമ്മൾ ബിരിയാണിക്ക് മല്ലിയിലയും പുതിനയിലയും എന്ന് പറയുന്ന കണക്ക് ഇതിന് മെയിൻ ഉള്ളിത്തണ്ട. തീ കുറച്ചിട്ടേക്കുക. ഇനി നമുക്ക് കുറച്ച് ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ആണേ. അത്രയില്ല. മറ്റേ ചില്ലി സോസിന്റെ ബോട്ടിൽ ഇനി പൊട്ടിച്ചേ. പിന്നെ എനിക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് വെക്കണ്ടേ. ഇനി നമുക്ക് ഇച്ചിരി സോയാ സോസ്. ചില്ലി സോസ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇടാം. ഇപ്പൊ ഒരു ടേബിൾ സ്പൂണോ, നിങ്ങൾ റൈസ് എത്ര ഇട്ടോ അതനുസരിച്ച് ചില്ലി സോസും സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഷെസ്വാൻ ചട്നി. കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ചിരിച്ചേ ഒഴിക്കുക. ഇനി നമുക്ക് തീ കൂട്ടിയിട്ടേച്ച് ഇതൊന്നിങ്ങനെ ടോസ്റ്റ് ചെയ്യണം. നമുക്കിപ്പോ ഈ ചൈനീസ് കടക്കാർ ചെയ്യുന്ന കണക്കൊന്നും പറ്റത്തില്ല. നല്ല ചുമന്ന കളറാണേ. അത് തീ കൂട്ടിയിട്ടോണേ. സോസൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോ റെസ്റ്റോറന്റിൽ അവര് നല്ല ചുമന്ന കളർ ഇച്ചിരി ചേർക്കാറുണ്ട്. ഞാനിവിടെ കളർ ഒന്നും ചേർത്തിട്ടില്ല. നമ്മുടെ നാച്ചുറൽ ആയിട്ട് എങ്ങനെയാണോ അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ കളറിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റില് മുകളിൽ കുറച്ചുകൂടി നമുക്ക് ഉള്ളിത്തണ്ടിട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗ്രേവിയുടെ കാര്യം നോക്കാം.
കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ചൂടായ ശേഷം ഇത് ഒരു 10-12 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്. നമ്മുടെ ഈ ഗ്രേവിക്ക് മെയിനായിട്ടും വേണ്ടത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇനി നമുക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. അപ്പൊ ഇവിടെ ഇപ്പൊ റൈസ് ഇച്ചിരി കൂടുതൽ എടുത്തത് കൊണ്ട് ഇച്ചിരി ഗ്രേവി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ കുറവാ ചെയ്യുന്നെങ്കിൽ അതനുസരിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാവേ. ഹെൽപ്പ് വേണമെന്ന് വെച്ചാൽ ഇവിടെ നിൽക്കുക, കണ്ടു പഠിക്കൂ. ഇതൊക്കെ കണ്ടുപിടിച്ചാൽ കൊള്ളാവും. എന്നെ കൊണ്ടൊക്കത്തില്ലേ ഇത്രയൊന്നും ഉണ്ടാക്കാൻ. പിന്നെ അവസരം കൊണ്ട് എന്തോ പറ്റുന്നേ? പുട്ട് പുഴുങ്ങാനൊക്കെ, ദോശ ഉണ്ടാക്കാനൊക്കെ, ഇതൊക്കെ പഠിച്ചിരിക്കണമല്ലോ. ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ. ചപ്പാത്തി ചിരിപ്പിക്കാതെ. ചപ്പാത്തി അവസാനം ചപ്പാത്തി കേൾക്കുമ്പോ എനിക്ക് ചിരി വരും. അത് കണ്ടില്ലെന്നേ കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പുഴുക്ക്, മീൻ വറപ്പ്, ഇതൊക്കെയാണ് നമ്മളെ കൊണ്ടൊക്കുന്നത്. ഇത് അത്യാവശ്യം ഒന്ന് വാടണേ. നമ്മള് ചൈനീസ് സൂപ്പൊക്കെ കുടിക്കുമ്പം കുടിച്ചവർക്കറിയാം മെയിനായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആ സൂപ്പിന്. ഇനി നമുക്ക് ലേശം പച്ചമുളക് ഒരു അരമുറിയൊക്കെ മതി കേട്ടോ. ഞാനിവിടെ അങ്ങ് ഇച്ചിരി കൂടുതൽ അരിഞ്ഞു വെച്ചെന്നേ ഉള്ളൂ, പക്ഷെ ഇടുന്നില്ല. ഇനി നമുക്ക് ലേശം സ്പ്രിംഗ് ഓണിയൻ. ഇതിന് മെയിൻ ഒരു സംഭവമാണ് സ്പ്രിംഗ് ഓണിയൻ ഗ്രേവിക്ക്. അപ്പം അതങ്ങ് സ്പ്രിംഗ് ഓണിയൻ ഒത്തിരി അങ്ങ് വയലണ്ട. ഇനി ഞാൻ ഇതിലേക്ക് തീരെ കുറച്ചു. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചിക്കൻ സ്റ്റോക്ക്, അതായത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമില്ലേ അത്. എന്നിട്ട് ബാക്കി നമ്മുടെ ഗ്രേവി അനുസരിച്ച് കുറച്ച് വെള്ളം. പിന്നെ ഇടുന്നത് ഉപ്പ്. നമ്മളൊന്ന് നോക്കണം, ചിക്കൻ വേവിച്ചപ്പോൾ ആ വെള്ളത്തിൽ ഉപ്പിട്ടായിരുന്നു, അത് നോക്കിയിട്ടേ ഉപ്പിടാതെ. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി. നമ്മൾ റൈസിൽ എരി കൂടുതലുണ്ട്, കുരുമുളക് കൂടുതലാണ് തോന്നുന്നു എങ്കിൽ ഇതിൽ കുറയ്ക്കണം. ഇനി കുറച്ച് സോയാ സോസ്. ഇതിന് സോയാ സോസ് മെയിനാണ് കേട്ടോ, എങ്കിലേ ആ ഒരു മണവും അതിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റും വരത്തുള്ളൂ. അപ്പം കുറച്ചുകൂടി ഞാൻ ആ സ്പ്രിംഗ് ഓണിയൻ കുറച്ച് അരിഞ്ഞതുണ്ടായിരുന്നു, അതങ്ങ് ഇടുവാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഷെസ്വാൻ സോസ്. എല്ലാം കൂടെ ആയപ്പോൾ ഒരു വല്ലാത്ത കളറായി. പിന്നെ നമ്മൾ ചേർക്കുന്നത് ആ ബാക്കിയുള്ള ചിക്കൻ പീസ്. ഇനി ഇത് നല്ലോണം തിളക്കട്ടെ. ഇപ്പൊ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് ചൈനീസിന്റെ. ഇനി ലേശം തീ കുറച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് കോൺ സ്റ്റാർച്ച് ആണ്, അതായത് ചോളപ്പൊടി, കോൺഫ്ലോർ. അത് ഒരു 2.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തതാ. നമുക്ക് കട്ടിക്കനുസരിച്ച് അത് ഒഴിച്ചു കൊടുക്കാം. ഇത് കട്ടിയാണെന്ന് ഇത് വെച്ചാണോ? യെസ്. ഗ്രേവികളെല്ലാം കൊഴുക്കാൻ നമ്മൾ ഇതാ യൂസ് ചെയ്യുന്നത്. രസത്തിന്റെ കളറുണ്ട്. നമ്മള് ചൈനീസ് ഹോട്ടലിൽ പോയിരിക്കുന്നതിന് മണം വരുന്നില്ലയോ? ഇതും കൂടെ അല്ല ഉള്ളോ? തീർന്നു സംഭവം, ഇത്രേ ഉള്ളൂ. ഇച്ചിരി കൂടെ കൊഴുപ്പ് വേണോ ഗ്രേവിക്ക്? കൊഴുപ്പ് വേണം. അപ്പൊ ഇതുകൂടെ ഒഴിച്ചോളാം. കൊഴുത്ത് കിടക്കട്ടെ. ഇങ്ങനെയാണ് സൂപ്പൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ തണുപ്പ് വരികയല്ലേ, സൂപ്പ് ഉണ്ടാക്കേണ്ട സമയമായി. വേണ്ടേ നന്നായിട്ട് ടേസ്റ്റ് നോക്കട്ടെ. അപ്പൊ ചിലർ ഇതിനകത്ത് വേണമെങ്കിൽ 1-2 തുള്ളി വിനാഗിരി ഒഴിക്കാറുണ്ട്. ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ, ഇത്രയും മതി. സംഭവം ഇത്രയും മതി. ലാസ്റ്റില് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് സംഭവം കീടും. കഴിഞ്ഞോ ഇതൊക്കെ? കഴിഞ്ഞു എല്ലാം റെഡി ആയച്ചു. അപ്പൊ നമ്മൾ റെസ്റ്റോറന്റിൽ പോയിട്ട് ട്രിപ്പിൾ റൈസ് ഓർഡർ ചെയ്യുമ്പോൾ റൈസിന്റെ മുകളിൽ ഒരു മുട്ട നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കും. ഞങ്ങളിപ്പോ അങ്ങത് ചെയ്യുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി മുട്ട അല്ലാതെ ഇട്ടിട്ടുണ്ട്, അത് മതി. അപ്പൊ നിങ്ങൾക്ക് അതേ രീതിയിലൊക്കെ ഷോയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറിന്റെ മുകളിൽ ഒരു മുട്ടയൊക്കെ പൊരിച്ച് വെക്കാം. കിഡിലും ഗ്രേവിയാണേ. ജോസൻ ചൈനീസ് സ്റ്റോറിൽ പോയാൽ ഈ ഗ്രേവി അധികം കൂട്ടത്തില്ല, അത് ഞാനാ കൂട്ടുന്നത്. ആ ബാക്കി വെച്ചാൽ ഞാൻ കഴിച്ചോളാം. അവിടെ കരച്ചിൽ തുടങ്ങി ചൈന ഫുഡിന്റെ. കളറേ എക്സ്ട്രാ കളറ് ചേർക്കാഞ്ഞോണ്ട് ഇങ്ങനെയുണ്ട് കുട്ടി. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ആണ്.
ഫോൾട്ട് എന്തുവാ? ഒന്നുമില്ല, ഫോൾട്ട് പറയാനൊന്നുമില്ല, എല്ലാം നല്ല കളറ് അവിടെ നല്ല ചുമചുമായിരിക്കും. അത് കളർ തന്നെയാണ്. പക്ഷേ ഇത് കറി നല്ല ഇതായിട്ടുണ്ട്, കറക്റ്റ് ചൈനീസിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണമെന്ന് പറ. എല്ലാവരും ഉണ്ടാക്കണം. ഒരു അടുക്കള മൊത്തവും കുറേ സാധനം നിരത്തി വെക്കുന്നതാണ്. ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഇടുന്നെന്ന് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ നോക്കിക്കോ. കുറച്ച് സാധനങ്ങൾ കൂടുതലാണ്, അത്രയേ ഉള്ളൂ. എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് തുടങ്ങിയാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അല്ലാതെ ഇതിന് അളവിൻ്റേതായിട്ടുള്ള യാതൊന്നും നിങ്ങൾ പേടിക്കേണ്ട, ചിലത് കൂടിയോ കുറഞ്ഞോ. കാരണം സോയാ സോസ്, ചില്ലി സോസ് ഇതൊക്കെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എടുക്കാം. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും.